ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിക് വ്ലോഗ്സ്. ഇന്ന് മാർച്ച് 8 സാറ്റർഡേ ഞാൻ എൻ്റെ പ്രീ ടെൻഡർ കോഴ്സ് വിച്ച് ഈസ് മാരേജ് കോഴ്സ് ഇതിന് പോകാൻ വേണ്ടി പോവാണ്. ഒരു 6 മണി കഴിഞ്ഞു, എനിക്ക് 8:30 അവിടെ എത്തണം. സോ എൻ്റെ പ്രീ ടെൻഡർ കോഴ്സ് എങ്ങനെയുണ്ടെന്ന് കാണാം. വിവാഹം ഒരുക്ക് ധ്യാനത്തിന് പോകുന്ന സീരിയസ്നെസ് ഒന്നും എൻ്റെ ഫേസിൽ കാണാൻ പറ്റില്ല. ചേർക്കുന്ന ആലപ്പുഴ നിന്ന് ചങ്ങനാശ്ശേരി, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു പണിയില്ല, ചാറപ്പറ ചങ്ങനാശ്ശേരി വണ്ടി. ഈ ചെറുപ്പപ്പുറത്തിരുന്ന് തേങ്ങ നിന്നാൽ കല്യാണത്തിൻ്റെ ഒന്ന് മഴയായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രീ മാരേജ് കോഴ്സ് തൊട്ട് മഴ പെയ്യാനുള്ള തേങ്ങയൊന്നും ഞാൻ തിന്നിട്ടുണ്ടാവില്ല. ഭർത്താവിനോട് മഴ ചോദിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ തന്ന ടൈമിങ് കുറച്ച് പാളിപ്പോയി. അതിപ്പോൾ എന്ത് വലിയ മഴയാന്ന് പറഞ്ഞാലും AC റോഡിലെ വ്യൂ ഞാൻ ഷട്ടറിട്ട് കളിയില്ല. കഴിഞ്ഞൊരു 3 വർഷം മുന്നേ വരെ ഡെയിലി ബേസിസിൽ വന്നിരുന്നൊരു റോഡും വഴിയും ടൗണൊക്കെ ആയിരുന്നു ചങ്ങനാശ്ശേരി റൂട്ട്. പക്ഷെ ഇപ്പോൾ വന്നിട്ട് കുറച്ചായി, പക്ഷെ വൈബ് പഴയതാട്ടോ. ഇന്നേരം പെരുന്ന സ്റ്റാൻഡിൽ ഇറങ്ങുക, അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് എടുക്കുക, കുന്നന്താനത്തേക്ക് പോവുക, അവിടെ നടന്ന് ധ്യാനകേന്ദ്രത്തിലെത്തുക. ഇത്ര പുത്തൻ പ്രൈവറ്റ് ബസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കൊള്ളാം, അടിപൊളിയാണ്. എൻ്റെ കോഴ്സ് 3 ദിവസമാണ്. അങ്ങനെ ഞാൻ കുന്നന്താനത്തിറങ്ങി ഒരു 800 മീറ്റർ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു. അതുകൊണ്ട് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. നേരെ നോക്കിയപ്പോൾ ഒരു പള്ളിയുടെ കുരിശ് കണ്ടു. അവിടെയാണോ എന്ന് എനിക്ക് ഇച്ചിരി സ്ട്രെസ് ഉണ്ടായിരുന്നു. നടക്കാമെന്നെടുത്ത തീരുമാനം മണ്ടത്തരായോ എന്നും ഞാൻ കരുതുന്നുണ്ട്. 800 മീറ്ററേ ഉള്ളൂ, പക്ഷെ മര്യാദക്ക് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ എടുത്ത് വരണ്ടതിന് പകരം 9 മണിക്ക് മോർണിംഗ് വാക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നടന്നു. അയ്യോ, എൻ്റെ നാട് പോലെ അല്ലടാ, ഇവിടെ കയറ്റുവർക്കൊക്കെ ഉണ്ട്, ഭയങ്കര പണിയാ. അതിലും ഷിഹിയോൻ ധ്യാനകേന്ദ്രം കഷ്ടമായിപ്പോയല്ലേ. പ്രീക്കനെക്കുറിച്ച് ഒരുമിച്ച് കൂടിയാലല്ലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. എന്തൊരു തോട്ടം. എന്നെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്തെന്ന് വിചാരിക്കരുത്. നമ്മൾ ആലപ്പുഴയല്ലേ, അപ്പോൾ എനിക്ക് കുന്നും മലയൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് കുഞ്ഞു കുന്ന് കണ്ടാലും വലിയ മല കണ്ടാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഇതാണ് ധ്യാനകേന്ദ്രം. 3 ദിവസം ഇനി ഞാനിവിടെ വിഹരിക്കും. സ്ഥായി സ്വഭാവം താമസിച്ചെത്തുന്നതായതുകൊണ്ട് ഇവിടെയും ഞാൻ താമസിച്ചു. ഏറ്റവും ലാസ്റ്റ് ഞാനായിരുന്നു. എനിക്ക് റൂമും കിട്ടി, കോഴ്സിൻ്റെ ബുക്കും കിട്ടി. അങ്ങനെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഡയറക്ടറേറ്റ്സും ഐറ്റിനറിയും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എന്താണ് പരിപാടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഭൂരിഭാഗം പേര് കപ്പിൾസായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വളരെ കുറച്ച് പേര് മാത്രമേ സിംഗിൾസ് ആയിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്ക് ബെഞ്ചിലും ഏറ്റവും അറ്റത്താണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഞാനൊരു പ്രൊഫഷണൽ ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് എനിക്കതൊരു വിഷയമേ ആയിരുന്നില്ല. റൂമും അടിപൊളി, നല്ല കംഫർട്ടബിൾ. പിന്നെ ഫുഡ്, കംഫർട്ട് ഫുഡ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റുള്ള ഫുഡ്. അവിടെ സിസ്റ്റേഴ്സാണ് കുക്ക് ചെയ്യുക. അങ്ങനെ പാട്ടും കുറച്ച് പരിചയപ്പെടലൊക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ എൻഡ് ചെയ്തു. ഇനി സെക്കൻഡ് ഡേ. ദ സെക്കൻഡ് ഡേ ഓഫ് ദ ക്ലാസ് സ്റ്റാർട്ടഡ് വിത്ത് ബ്യൂട്ടിഫുൾ ലെക്ചേഴ്സ്. ഫസ്റ്റ് ക്ലാസ് തന്നെ സൈക്കോളജി ബേസ്ഡ് ആയിരുന്നു, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ മാരിറ്റൽ ലൈഫ്. ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രേസ് ലാൽ എന്ന് പറഞ്ഞ മാമാണ് നമുക്ക് ക്ലാസ് എടുത്തത്. അടിപൊളിയായിരുന്നു. ഫണ്ണിയസ്റ്റ് പാട്ട്. കുട്ടി ബ്രേക്ക് കിട്ടുമ്പോൾ കപ്പിൾസ് ഒന്ന് സോളുമ്പോൾ സിംഗിൾസായ നമ്മളെന്ത് ചെയ്യും? കോൺവെൻറ്റ് ചുറ്റി നടന്ന് അവിടുത്തെ ചമ്പക്ക എൻകൗണ്ടർ, ചക്ക എൻകൗണ്ടർ, മാങ്ങ എൻകൗണ്ടർ, ഇത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോണ്ടൊക്കെ നമ്മുടെ ഇടയിൽ ആ സമയത്തിനുള്ളിൽ തന്നെ ആയിരുന്നു. പിന്നെ നല്ല റംഷ പ്രാർത്ഥനയൊക്കെ കൂടി. എൻ്റെ ഫേവറേറ്റ് പ്രാർത്ഥനയാണ് റംഷ പ്രാർത്ഥന. എന്നറിയില്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ്. സെക്കൻഡ് ഡേ നൈറ്റ് കുറച്ച് കൾച്ചറൽസ് ഉണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. നമ്മൾ 2-3 ഗ്രൂപ്പ്സായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ സിംഗിൾ ഐറ്റംസ് വെച്ചിട്ട് ചെയ്യണമായിരുന്നു. നല്ല രസമായിരുന്നു. അതും ഒരു ഫൺ ഡേ ആയിരുന്നു. അന്നും നമ്മൾ കിടക്കാൻ ഒത്ര ലേറ്റായി. നെക്സ്റ്റ് ഡേ നമ്മുടെ പരിപാടി കഴിയും. ഇതാണ് എൻ്റെ ബെഞ്ച് മീറ്റും റൂം മീറ്റും. നമ്മളാണ് ബാക്ക് ബെഞ്ചേഴ്സ്. വളരെ പീസ്ഫുള്ളായി, വളരെ ഹാപ്പിയായി നമ്മൾ കൾച്ചറൽസും സെക്കൻഡ് ഡേയും എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ വീട്ടിൽ പോവും. നെക്സ്റ്റ് ഡേ വളരെ ചുരുങ്ങിയ പരിപാടികളും ഉള്ളൂ. ഇന്നാണ് ലാസ്റ്റ് ഡേ. ഇന്നത്തോടെ പരിപാടി കഴിഞ്ഞു. കൊള്ളാം, നല്ല പരിപാടിയാണ്.
ഇന്ന് 4 മണിയാകുമ്പോൾ കഴിയും. ഇന്നും ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പാരൻസൊക്കെ വരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന് പോവാണ്. വേറെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓവറോൾ ഒരു വർത്തമാനം പറയുന്നതല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നല്ല റൂമല്ലേ, കോളേജ് ഹോസ്റ്റലൊക്കെ പോലെ ഉണ്ട്. ഞങ്ങൾ 2 പേരും ഇവിടെ ഉള്ള 3 ഹോട്ടലുണ്ടെങ്കിലും ഞങ്ങൾ 2 പേരുള്ളൂ. പുറത്ത് 5 തരാവേ. ആ ഹോളിലാണ് ഞങ്ങൾക്ക് ക്ലാസ് നടക്കുന്നത്. താഴെ സ്നാക്സൊക്കെ മേടിക്കാൻ പറ്റും. ഞങ്ങൾ ഷാക്സൊക്കെ മേടിച്ചിട്ട് വെച്ചേക്കുവാണ്. ഞം 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 ഞം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ റൂമും പരിസരവും വ്യൂവും കാര്യങ്ങളൊക്കെ. എല്ലാം ഭയങ്കര അടിപൊളിയാണ്. എനിക്കിതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് കുറച്ച് കുന്നുപോലുള്ള ഏരിയയിലേക്ക് എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ പ്രീ മാരേജ് കോഴ്സ് പോലെയൊന്നും തോന്നിയില്ല. എനിക്ക് യൂത്തിൻ്റെ ക്യാമ്പിന് പങ്കെടുക്കുന്ന പോലെയായിരുന്നു. ആവിധ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സസ് പക്കയായിരുന്നു. ഞാൻ പലരും ഈ ക്ലാസ്സുകളെ വിമർശിച്ച് കണ്ടിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത സിസ്റ്റേഴ്സും അച്ഛന്മാരും അല്ലേ ക്ലാസ് എടുക്കുന്നതെന്ന്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. സ്പിരിച്വാലിറ്റീനെ കുറിച്ച് മാത്രമാണ് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ക്ലാസ് എടുക്കുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ ആ ഫീൽഡിൽ പ്രഗത്ഭരായ വ്യക്തികൾ, ഗൈനക്കോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളാണ് എടുക്കുന്നത്. ഐ ഹോപ്പ് യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ചില വേർഡ്സ് എങ്ങനെയാണ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. അതുപോലെ തന്നെ 3 വേർഡ്സ് നമ്മുടെ ലൈഫ് ഈസിയും സിമ്പിളാക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. താങ്ക് യു, സോറി, പ്ലീസ്. ഒന്ന് ഡീപ്ലി തിങ്ക് ചെയ്തപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണവും ടോൺ ഡിഫറൻസ് കാരണം ഉണ്ടായിട്ടില്ലേ. അതൊക്കെ ഈ 3 വേർഡ്സിന് സിമ്പിളായിട്ട് ക്യൂർ ചെയ്ത് തരാൻ പറ്റും. ഇനിയാണ് എക്സാം ടൈം. ഔട്ട് ഓഫ് 50 ആണ് എക്സാം. നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ക്ലാസ്സും നമ്മുടെ കയ്യിലുള്ള മാനുവൽ ബുക്കും വെച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. ജസ്റ്റ് ടിക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ എക്സാം ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിരിക്കുന്നു. ടൈമിനുള്ളിൽ നമ്മുടെ പാരൻസ് വന്നിരുന്നു. അവർക്ക് വേറെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെസ് ഹാളിൽ തിരിച്ച് വന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമാണ്. മൊത്തത്തിലെല്ലാവരും നമ്മളുടെ എന്നൊരു ഫീൽ ഉണ്ടായി. എവിടുന്നോ പല നാട്ടിൽ നിന്നും ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് അവസാനം നമ്മളെല്ലാവരും ആരൊക്കെയാണ് എന്നൊരു ഫീലൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ റൂമൊക്കെ കാലിയാക്കി ഇറങ്ങാൻ പോകുന്നത്. 3 ദിവസത്തെ വിവാഹ ഒരുക്ക ധ്യാനം ഇവിടെ കഴിഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ ഡോറും പൂട്ടി താഴത്തേക്ക് പാരൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും അവരുടെ കുഞ്ഞു ബിസിനസ്സൊക്കെ ഷെയർ ചെയ്തു. പാരൻസൊക്കെ തമ്മിൽ സംസാരിച്ചു, ബസ് എടുത്തു, നാട്ടിലേക്ക് പോകുന്നു. ഇത് പറയാൻ എൻ്റെ ഒഡാസിറ്റി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ ക്യാമ്പ് പോലും നമ്മൾ ക്രിസ്ത്യൻസ് കൂടുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ ക്യാമ്പ് കമ്പൽസറി ആയതുകൊണ്ടാണ്. പക്ഷേ അതർ ദാൻ ക്രിസ്ത്യൻസ് എല്ലാ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളും ഇങ്ങനെ ഒരു ക്യാമ്പ്, ഇങ്ങനെ മെൻ്റലി, സെക്ഷൽ ലൈഫ്, മാരിറ്റൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ്, ഇതെല്ലാത്തിനെയും പറ്റിയൊരു ക്ലാസ് പ്രോപ്പറായിട്ട് കൂടുക എന്നുള്ളത് വളരെ കമ്പൽസറി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മാരേജ് ഇസ് എ സീരിയസ് തിങ്, ഇറ്റ്സ് എ ബിഗ് ഡീൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ കൊടുക്കണം. അതിന് വേണ്ട പ്രെപ്പ് ആൻഡ് പ്രിപ്പറേഷൻസ് നമ്മൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം. ഇങ്ങനെ ഒത്തിരി റിയാലിറ്റീസ് ഡയറക്റ്റ് കാണുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ആ സീരിയസ്നെസ് കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ ലൈഫിനെ റൂയിൻ ചെയ്യാനതിന് പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ച് വളരെ പ്രിപ്പയർഡ് ആയിട്ട് കല്യാണം കഴിക്കുക എല്ലാവരും. അപ്പോൾ അതായിരുന്നു എൻ്റെ പ്രീ മാരേജ് കോഴ്സ് വ്ലോഗ്. ഇറ്റ് വാസ് എ ഹാപ്പി വ്ലോഗ് ഫോർ മീ, അറ്റ്ലീസ്റ്റ് ഫോർ മീ. അപ്പോൾ എൻ്റെ കല്യാണം സീരീസ് ഇനിയും തുടരും. ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.